ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സാധാരണ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിനും അപ്പുറം ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ നേരിട്ട് അപ്ലൈ ചെയ്യാനും അതുപോലെ യൂസ്ഫുൾ ആകുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളിൽ പലരും ജീവിതത്തിലേക്ക് സ്നേഹവും നല്ല ബന്ധങ്ങളും നല്ല നല്ല വ്യക്തികളെയും ആഗ്രഹിക്കുന്നുണ്ട്, അത് ഡിസർവ് ചെയ്യുന്നവരാണ് അല്ലേ. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. വെറും ഒരു റിലേഷൻഷിപ്പ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സമാധാനം നൽകുന്ന റിലേഷൻഷിപ്പാണ്, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകളെയാണ്, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സമാധാനം നൽകുന്ന വ്യക്തികളെയാണ് വേണ്ടത്. പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല വ്യക്തികൾ കടന്നു വരണം. അതേസമയം തന്നെ അവരുടെ ഇന്നർ വോയിസ് പറയൂ, ഈ കയറി വരുന്ന ആള് എൻ്റെ ലൈഫ് എന്താക്കും, വിശ്വസിക്കാൻ പറ്റുമോ, ചതിക്കുന്ന ആളാണോ എന്ന ഒരു ക്വസ്റ്റ്യനും ഒരു കൺഫ്യൂഷൻ കൂടെ ഉണ്ടാകാറുണ്ട്. ചിലപ്പം പഴയ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ പഴയ അനുഭവം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. കാരണം ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതോ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിൽ നഷ്ടപ്പെട്ട ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ പേരൻസോ സിബ്ലിങ്സോ മറ്റേതെങ്കിലും റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ഒരു വ്യക്തികളാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടിരിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണെങ്കിലോ, ഇനി ഈവൻ നിങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ല എങ്കിൽ കൂടിയും ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല ആളുകളെയും നല്ല അവസരങ്ങളെയും നല്ല ഹെൽത്തി റിലേഷൻഷിപ്പുകളും വരണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പ് അതിലും മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ശരിയായ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും അല്ലേ. പക്ഷേ തെറ്റായ ആളുകൾ, മോശം ആളുകളാണ് നമ്മളുടെ ഒപ്പമുള്ളതെങ്കിൽ നമ്മളുടെ എനർജിയും നമ്മളുടെ കോൺഫിഡൻസ്, നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ഫുള്ള് ഇത് ബാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു ഹീലിംഗ് റിലേഷൻഷിപ്പ് സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസ് ഇതിന് ഒരുപാട് യൂസ്ഫുള്ളാണ്. കാരണം അത്രയും അധികം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് ചുറ്റിലുമുള്ളത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, നമ്മൾ സൈക്കോളജിയിലൊക്കെ ഈ എക്സ്പ്രസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നമ്മളിങ്ങനെ എഴുതി പുറത്തു കൊണ്ടുവരുമ്പോൾ ഇമോഷണൽ ക്ലാരിറ്റി കിട്ടും. അത് ഒരുപാട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഉള്ള ബ്ലെസ്സിങ്ങുകളിലേക്ക് നമ്മളുടെ ഫോക്കസിനെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, അഫർമേഷൻസ് ഒരുപാട് പേർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതും ആവർത്തിക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണിത്. സോ ഇതിന് നിങ്ങളൊരു മാജിക്കായിട്ടൊന്നും കാണണ്ട. ഇതൊരു ഹീലിംഗ് ടൂൾ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് റീസെറ്റ് ടൂളായിട്ട് ഇതിനെ നമുക്ക് കാണാം. സോ ഈ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ രാവിലെ ചെയ്യാം. പക്ഷേ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, നൈറ്റ്, ആ ഒരു ടൈം, ഞാനും അത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചുകൂടി റിസപ്റ്റീവായിട്ടിരിക്കും. പെട്ടെന്ന് ആ ഒരു കാര്യം മൈൻഡിലേക്ക് കയറുകയും ഒക്കെ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും മാത്രം മതി. ഒരു 5 മിനിറ്റ് മാത്രമുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് പ്രാക്ടീസാണ്. 21 ദിവസം മിനിമം നമ്മളിത് ചെയ്യണം. അതായത് ഇന്ന് ചെയ്തിട്ട് നാളെ റിസൾട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് അല്ലത്. 21
എക്സ്പെക്റ്റേഷനിലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് ഇരിക്കുന്നത്. മിനിമം 21 അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 മന്ത് ഫുൾ ഇത് കണ്ടിന്യൂസ് എഴുതുക. എല്ലാ ദിവസവും എഴുതണം എന്ന് നിർബന്ധമില്ല. എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾക്ക് സെയിം കാര്യം തന്നെ എഴുതി പോകാം. അതല്ലെങ്കിൽ ഒരു ദിവസം സ്ക്രിപ്റ്റിംഗ് എഴുതിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കതൊന്ന് ഫീൽ ചെയ്തൊന്ന് വായിച്ച് ബാക്കി അതിന് കണ്ടിന്യൂഷനായിട്ടുള്ള പ്രാക്ടീസും കൂടെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന സ്ക്രിപ്റ്റിംഗ് ഒന്നുകിൽ നിങ്ങൾ അതുപോലെ എഴുതി പോവുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വേർഷനിൽ നിങ്ങൾക്ക് എഴുതാൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെയും എഴുതുക. ഓക്കെ, അപ്പോൾ പോകാം. ഡിയർ യൂണിവേഴ്സ്, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ നല്ല ബന്ധങ്ങൾക്കും നന്ദി. എനിക്കെന്നും എന്നും സന്തോഷവും സമാധാനവും ബഹുമാനവും നിറഞ്ഞ ബന്ധങ്ങൾ ഉള്ളതിന് നന്ദി. എൻ്റെ പഴയ വേദനകളെയും സംശയങ്ങളെയും ഭയങ്ങളെയും ഞാൻ സ്നേഹത്തോടെ റിലീസ് ചെയ്യുന്നു. ഞാൻ ആരോഗ്യകരവും സ്നേഹവും നിറഞ്ഞതുമായ ബന്ധങ്ങൾക്ക് അർഹയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ശരിയായ ആളുകൾ ശരിയായ സമയത്ത് എത്തിച്ചേരുന്നു. എൻ്റെ ബൗണ്ടറീസിനെ ബഹുമാനിക്കുന്ന, എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, സമാധാനം സംരക്ഷിക്കുന്ന ആളുകളെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിനെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിംഗ് എഴുതുക. ഓക്കെ, ഇതിന് ശേഷം 2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ആ ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ണടയ്ക്കുക. 1 മിനിറ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ കുറേ ആളുകളെ കണ്ടിട്ടുണ്ടാകും. അതിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങളുടെ സന്തോഷങ്ങളിൽ സന്തോഷിച്ച, അല്ലെങ്കിൽ നിങ്ങളെ വിലമതിച്ചിട്ടുള്ള, നിങ്ങൾക്ക് സ്നേഹം നൽകിയിട്ടുള്ള കുറേ നല്ല ബന്ധങ്ങൾ, വ്യക്തികൾ നിങ്ങൾക്ക് കാണുമല്ലേ? അങ്ങനെയുള്ള 1-2 മുഖങ്ങളെ, ഒരു മിനിമം 3 പേരെ ഒന്ന് എണ്ണിയെടുത്ത് അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് അവരോടുള്ള സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? സ്നേഹമോ ബഹുമാനമോ അനുകമ്പയോ ഒക്കെ. അപ്പോൾ അതിന് നിങ്ങൾ അവരോട് നന്ദി പറയുക. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് അവരോട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. രണ്ടാമത്, നിങ്ങൾ ഇനി അനുഭവിക്കാൻ, ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഫീലിംഗ് ഏതാണെന്നൊന്ന് ചിന്തിക്കുക. അതായത് ഫ്യൂച്ചർ ലൈഫിൽ നിങ്ങൾക്കൊരു നല്ല പാർട്ട്ണറിന് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാരൻ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദര സ്നേഹം കിട്ടണം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനിയുള്ള ലൈഫിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് വേണമെന്നാഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഫീലിംഗ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും മനോഹരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്ദി പറയുക. ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇപ്പോഴേ നന്ദി പറയുക. ഇതൊരു ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇപ്പോഴേ നിങ്ങൾ നന്ദി പറയുകയാണ്. അതിലൂടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്വീകരിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ട് നമ്മൾ മാറുകയാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ ഇത്രയുമാണ് ഈ ഒരു പ്രാക്ടീസ്. ഇത് ഡെയിലി ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ് വായിക്കുക, അതിനുശേഷം റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു 3 വ്യക്തികൾ, സെയിം വ്യക്തികളെ വേണമെന്നില്ല, അടുത്ത ദിവസം മറ്റ് പലരെയും, അങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള നല്ല വ്യക്തികളെ ഓർത്തെടുത്ത് നന്ദി പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് റിലേഷൻഷിപ്പ് ഫീലിങ്ങുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് നന്ദി പറയുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് റിപ്പീറ്റ് ചെയ്ത് പോകുക. ഇത്രയുമാണ് ഈ ഒരു പ്രാക്ടീസ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല. സോ മാനിഫെസ്റ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മളെ അലൈൻ ചെയ്യുന്നതാണ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി ആദ്യം നിങ്ങളിൽ തന്നെ വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ഉദ്ദേശം. കാരണം നിങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാൻ കഴിവുള്ളവരാണ്. ഒരു നല്ല സുഹൃത്തോ അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററോ നല്ലൊരു പാർട്ട്ണറോ നല്ലൊരു ടീച്ചറോ നല്ലൊരു പേരൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ മാറി മറിയും അല്ലേ? അതുപോലെയാണ് തെറ്റായ ആളുകൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മളത് ഹോൾഡ് ചെയ്യേണ്ടി വരും. സോ ജീവിതത്തിലേക്ക് ആളുകളെ ആകർഷിക്കുമ്പോൾ അവിടെ അപ്പിയറൻസിൽ മാത്രമല്ല ക്വാളിറ്റീസും സത്യസന്ധത, ബഹുമാനം, അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി, കൈൻഡ്നെസ്, വിശ്വാസ്യത, ബൗണ്ടറീസിനെ ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളുടെ സമാധാനം സംരക്ഷിക്കുന്ന ആളുകളായിരിക്കണം ഓരോരുത്തരും. അതുപോലെ നമ്മളും അങ്ങനെയുള്ള ഒരാളായിരിക്കണം. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം നമ്മളും. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ അർഹനാണ്. നല്ല ബന്ധങ്ങൾ കൊടുക്കാനും നിങ്ങൾ അർഹനാണ് എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള പഴയ വേദനകളെ സ്നേഹത്തോടെ റിലീസ് ചെയ്ത് പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുക. ശരിയായ ആളുകൾ ശരിയായ സമയത്ത് ലൈഫിലേക്ക് എത്തിച്ചേരും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.